പ്രസിദ്ധമായ ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല ആഘോഷങ്ങൾക്ക് ജനുവരി 15 മുതൽ തുടക്കമാകും. വിപുലമായ പരിപാടികളാണ് ഒരു മാസം നീണ്ടുനിൽക്കുന്ന കാളവേല ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 15-ന് ദേവസ്വം ചുറ്റുവിളക്കോട് കൂടിയാണ് ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാളവേല ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 16-ന് രാവിലെ ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മകരം മുഴുവൻ നീണ്ടുനിൽക്കുന്ന കൂത്തുത്സവത്തിന് കൊടിയേറും. ജനുവരി 20-ന് മകരച്ചൊവ്വയും ക്ഷേത്രത്തിൽ വിപുലമായി ആഘോഷിക്കും. രാവിലെ ഓട്ടംതുള്ളൽ, പ്രസാദവൂട്ട്, ശിങ്കാരിമേളം, ബാൻഡ് വാദ്യം, വൈകിട്ട് 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ പകൽപൂരം, ഫ്യൂഷൻ ശിങ്കാരിമേളം, ഗാനമേള, താമരത്തെയ്യം, ഫാൻസി തെയ്യം തുടങ്ങിയ പരിപാടികൾ മകരച്ചൊവ്വ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. തുടർ ദിവസങ്ങളിൽ തിരുവാതിരക്കളി, ഭരതനാട്യം, മോഹിനിയാട്ടം, തായമ്പക, കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, നാടകം, അഷ്ടപതി, ഫോക്ക് ഷോ, വയലിൻ ഫ്യൂഷൻ, സുഗമ സംഗീതം തുടങ്ങിയ പരിപാടികളും വിശേഷാൽ പൂജകളും നടക്കും. ഫെബ്രുവരി 7-ന് കാളവേല ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുത്തനാൽക്കൽ അമ്മയുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരവും സമർപ്പിക്കും. ഫെബ്രുവരി 11-ന് വർണ്ണാഭമായ പരിപാടികളോടെ പുത്തനാൽക്കൽ പൂരവും, 12-ന് കാളവേലയും, 13-ന് താലപ്പൊലിയും ആഘോഷിക്കും. ഫെബ്രുവരി 20-ന് ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയിറങ്ങും. പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ പരിപാടികളാണ് ഇത്തവണ സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകണമെന്നും കാളവേല ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭഗവതി ക്ഷേത്രത്തിലെ 2024 കാളവേലാഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതാക്കണം എന്നുള്ള സംഘാടക സമിതിയുടെ തീരുമാനപ്രകാരം ഏകദേശം കഴിഞ്ഞ വർഷം 40 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നത്. 38 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചിലവാവുകയും ചെയ്തു. ഈ വർഷം അത് 45 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഒരു നല്ല സഹകരണം നമുക്ക് ഈ കമ്മിറ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി തന്നെ നാളെ ദേവസ്വം മകരം 1-ന് ദേവസ്വം ചുറ്റുവിളക്കോട് കൂടിയിട്ടാണ് ഉത്സവം ആരംഭിക്കുന്നത്. മറ്റന്നാൾ രാവിലെ ബഹുമാനപ്പെട്ട നമ്മുടെ പുത്തനാൽക്കാവിലെ തന്ത്രി ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്തിൽ കൊടിയേറ്റം നടക്കും. അതിനുശേഷം വൈകുന്നേരത്ത് കേളിയുണ്ട്. അതിനുശേഷം കതിരേറ്റം, ഈ കതിരേറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂത്തുപുറപ്പാടാണ്. അങ്ങനെ വിവിധ പരിപാടികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. 20-ാം തീയതിയാണ് നമ്മുടെ മകരച്ചൊവ്വ, പ്രധാന ഉത്സവമായിട്ടുള്ള മകരച്ചൊവ്വ, മകരത്തിലെ ആദ്യത്തെ ചൊവ്വ മകരോത്സവമായിട്ട് ആഘോഷിക്കുകയാണ് പുത്തനാൽക്കാവിൽ. നല്ല വിവിധ വർണ്ണങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഇപ്രാവശ്യം അതിലും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മൾ 5 കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ആനയും പഞ്ചവാദ്യവും ഒഴികെ 5 കലാരൂപങ്ങൾ, വിവിധ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മകരച്ചൊവ്വ ആഘോഷിക്കുന്നത്. അതിന് പുറമെ നമ്മൾ നല്ലൊരു ഗാനമേള അന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മകരച്ചൊവ്വ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കമ്മിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ എൻ സുകുമാരൻ, ജനറൽ സെക്രട്ടറി പി അനിൽകുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രഘുനാഥ്, പ്രോഗ്രാം കൺവീനർ കെ ഗണേശൻ, വൈസ് പ്രസിഡന്റുമാരായ പി സുനിൽകുമാർ, ഇ ദാസൻ, ജോയിന്റ് സെക്രട്ടറിമാരായ എൻ കൃഷ്ണദാസ്, വി രമേശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു.